മഹാദേവന്റെ നിരവധി ക്ഷേത്രങ്ങളും അദ്ദേഹത്തിന്റെ പല രൂപങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ 1 കോടി ശിവലിംഗങ്ങളുള്ള ഒരു മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതെ, അങ്ങനെയൊരു ക്ഷേത്രം കർണാടകത്തിലുണ്ട്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗവും ഈ ക്ഷേത്രത്തിലാണ്. കർണാടകയിലെ കോലാർ ജില്ലയിലെ കമ്മസാന്ദ്ര എന്ന സ്ഥലത്താണ് കോടിലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ കോടിലിംഗേശ്വര ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. 108 അടി ഉയരമുണ്ട് ക്ഷേത്രമുറ്റത്തെ ശിവലിംഗത്തിന്. ഈ ശിവലിംഗവും 35 അടി ഉയരമുള്ള ഭീമൻ നന്ദി പ്രതിമയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത്. കൂടാതെ 1 കോടി ശിവലിംഗങ്ങളും ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. 1980-ൽ സാംബശിവമൂർത്തിയും ഭാര്യ രുക്മിണിയും ചേർന്നാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് ആദ്യം 5 ശിവലിംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 101 ശിവലിംഗങ്ങളും തുടർന്ന് 1001 ശിവലിംഗങ്ങളും ഇവിടെ സ്ഥാപിച്ചു. ഇന്ന് ഏകദേശം 93 ലക്ഷത്തിന് മുകളിൽ ശിവലിംഗങ്ങൾ ഇവിടെയുണ്ടെന്ന് കണക്കുകൾ പറയുന്നു. 2018-ൽ സാംബശിവമൂർത്തി അന്തരിച്ചു. അതിനുശേഷവും ഇവിടെ ശിവലിംഗം സ്ഥാപിച്ചു വരുന്നുണ്ട്. 1994-ലാണ് 108 അടി ഉയരമുള്ള കൂറ്റൻ ശിവലിംഗം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണിത്. നർമ്മദാ ബാനം എന്ന് വിളിക്കപ്പെടുന്ന കോടിലിംഗേശ്വര മഹാലിംഗം വാരണാസിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. ക്ഷേത്ര ഭാരവാഹികൾ തയ്യാറാക്കിയ കണക്ക് പ്രകാരം 93 ലക്ഷം ശിവലിംഗങ്ങളാണ് ഇവിടെയുള്ളത്. വൈകാതെ തന്നെ എണ്ണം 1 കോടിയിലെത്തും. ദിനവും 100 കണക്കിന് ഭക്തരെത്തുന്ന ക്ഷേത്രത്തിൽ കുറഞ്ഞത് 50ഓളം ശിവലിംഗങ്ങൾ പുതുതായി എത്തുന്നുണ്ട് ദിവസവും. ഭക്തർക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇവിടെ ശിവലിംഗങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. അവരവരുടെ പേര് വിവരങ്ങളും എഴുതി വയ്ക്കാം. ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹത്തിൽ പൂജ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയുള്ള മുഴുവൻ ശിവലിംഗങ്ങൾക്കും പൂജയുണ്ടാകും. ഇതിനായി നിരവധി പൂജാരികളും കോടിലിംഗേശ്വര ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി വിശ്വാസങ്ങൾ നിലവിലുണ്ട്. അതിൽ പ്രബലമായത് ഗൗതമ ഋഷിയുടെ ശാപമോക്ഷം ലഭിക്കാൻ ഇന്ദ്രൻ ഇവിടെ ഒരു ശിവലിംഗം സ്ഥാപിച്ചിരുന്നു എന്നതാണ്. അതിനുശേഷം ഈ സ്ഥലം ഇന്ത്യയൊട്ടാകെ കോടിലിംഗേശ്വര എന്നറിയപ്പെട്ടു. ഏതൊരു ഭക്തനും തന്റെ പേരിൽ ഒരു ശിവലിംഗം ഇവിടെ സ്ഥാപിക്കാം. ശിവഭക്തൻ ഈ ക്ഷേത്ര പരിസരത്ത് ശിവലിംഗം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 1 അടി മുതൽ 3 അടി വരെ വലിപ്പമുള്ള ശിവലിംഗം സ്ഥാപിക്കാൻ പറ്റും. മഹാശിവരാത്രി ദിനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത്. ക്ഷേത്ര പരിസരത്തുള്ള 2 മരങ്ങളിൽ മഞ്ഞ നൂൽ കെട്ടിയാൽ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് വിവാഹ തടസ്സങ്ങൾ നീങ്ങും. ദരിദ്രരായ കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹം ക്ഷേത്രം വഴി നടത്താറുണ്ട്. ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. ദൂരദിക്കുകളിൽ നിന്നും എത്തുന്ന ഭക്തരുടെ താമസത്തിനും ഭക്ഷണത്തിനും ആവശ്യമായ കാര്യങ്ങളും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചയുടൻ തന്നെ ഭക്തർക്ക് കോടിലിംഗേശ്വരന്റെ പ്രതിമയിൽ മഹാദേവന്റെ ദർശനം ലഭിക്കുന്നു. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ കോടിലിംഗേശ്വരന്റെ പ്രധാന ക്ഷേത്രം കൂടാതെ മറ്റ് 11 ക്ഷേത്രങ്ങൾ കൂടെയുണ്ട്. അതിൽ ബ്രഹ്മാവ്, വിഷ്ണു, അന്നപൂർണേശ്വരി ദേവി, വെങ്കിട്ടരമണി സ്വാമി, പാണ്ഡുരംഗസ്വാമി, പഞ്ചമുഖ ഗണപതി, രാമലക്ഷ്മൺ സീത, കരുമാരിയമ്മ, സുബ്രഹ്മണ്യസ്വാമി, ഹനുമാൻ എന്നിവരുടെ ക്ഷേത്രങ്ങളാണ് പ്രധാനമായുമുള്ളത്. പരമ്പരാഗത ആചാരങ്ങൾ പാലിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭക്തർ വ്രതമനുഷ്ഠിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ട് ശിവലിംഗങ്ങൾക്ക് പ്രദക്ഷിണം വയ്ക്കുന്നു. ശിവരാത്രി നാളിൽ വൻ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. കർണാടകയിലെ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് ഈ ക്ഷേത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു. വിശ്വാസികളെ കൂടാതെ തന്നെ ക്ഷേത്രത്തിന്റെ പേരിലെ കൗതുകവും കോടി ശിവലിംഗങ്ങളും ഇവിടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കോടിലിംഗേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ജൂലൈക്കും ജനുവരിക്കും ഇടയിലാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 9 മണി വരെ ദർശനം സാധ്യമാണ്. പ്രവേശന ഫീസായി ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് 30 രൂപയും അവർ വാങ്ങുന്നു. എത്തിച്ചേരുവാനായി കർണാടകയിൽ കോലാർ ജില്ലയിൽ കമ്മസാന്ദ്രയോട് ചേർന്ന് കോടിലിംഗേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ, മാംഗ്ലൂർ, ഹസൻ, കോലാർ, ഹൂബ്ലി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെയും ഇവിടേക്ക് ബസ്സും ട്രെയിനുകളുടെയും സർവീസ് ഉണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് 2.5 മണിക്കൂർ സമയമെടുക്കും ക്ഷേത്രത്തിലെത്തുവാൻ വേണ്ടി.